Hello friends, Xylem IAS Geography Module course start ചെയ്തിരിക്കുകയാണ്. അപ്പോൾ UPSC Prelims plus main syllabus complete cover ചെയ്യുന്ന രീതിയിൽ നമ്മൾ Xylem IAS ഒരു module course ആയിട്ട് തന്നെ geography ഇവിടെ launch ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം UPSC geography എന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. നമുക്ക് പ്രിലിംസിലും മെയിൻസിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയ സബ്ജക്റ്റ് ആണ് geography എന്ന് പറയുന്നത്. പ്രിലിംസിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 3 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം 15 to 20 ക്വസ്റ്റ്യൻസോളം ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് 30 to 40 മാർക്സിന് ജോഗ്രഫിയിൽ നിന്ന് ചോദ്യമുണ്ട്. അതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി നമ്മൾ മെയിൻസിലോട്ട് വരികയാണെങ്കിൽ GS 1-ന് 3 സബ്ജക്ട്സ് ആണ് ഉള്ളത്. ജോഗ്രഫിയും ഹിസ്റ്ററി തന്നെ പല സെഗ്മെന്റ്സ് ഉണ്ട്. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, വേൾഡ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ സൊസൈറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റുമാണ് GS 1-ൽ വരുന്നത്. അപ്പോൾ ഈ GS 1-ൽ ഇത്രയും സബ്ജക്ട്സ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നേക്കുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജോഗ്രഫിയിൽ നിന്ന് തന്നെയാണ്. അറൗണ്ട് GS 1-ന്റെ 50% മാർക്കിലും ചോദ്യം ജോഗ്രഫിയിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ GS 1-ന് നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോഗ്രഫി പഠിക്കാതെ പറ്റില്ല. ജോഗ്രഫി അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന എല്ലാവർക്കും GS 1-ൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി GS 3-ലോട്ട് വരികയാണെങ്കിൽ അതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും UPSC ചോദിക്കാറുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അതിന്റെ ഫസ്റ്റ് പാർട്ട് ജോഗ്രഫി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എവിടെയെങ്കിലും നടന്നൊരു ഡിസാസ്റ്റർ, സൈക്ലോൺ ആയിക്കോട്ടെ, എർത്ത്ക്വേക്ക് ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് എപ്പോഴും ആ ഡിസാസ്റ്റർ എന്താണ്, എന്തുകൊണ്ടാണ് ആ ഡിസാസ്റ്റർ ഉണ്ടാവുന്നത് എന്നാണ്. സെക്കൻഡ് പാർട്ടിലാണ് അതിന്റെ മാനേജ്മെന്റ് ചോദിക്കാറ്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് എഴുതണമെങ്കിൽ നമുക്ക് ജോഗ്രഫി അറിഞ്ഞിരിക്കണം. അപ്പോൾ GS 3-ലും ജോഗ്രഫിക്ക് നല്ലൊരു റോൾ ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിലിംസ് കയറണമെങ്കിലും ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നല്ല ഗ്രിപ്പ് വേണം. അതുപോലെ തന്നെ മെയിൻസ് കയറണമെങ്കിലും ജോഗ്രഫി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം GS 1-ലും GS 3-ലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് UPSC ആസ്പിരൻസിന് പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് പ്രിലിംസ് സിലബസും അതുപോലെ തന്നെ മെയിൻസിൻ്റെ സിലബസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി UPSC ആസ്പിരൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അവർക്ക് മാത്രമല്ല KA സ്റ്റുഡൻസിനും PSC ആസ്പിരൻസിനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം PSCയുടെ മാറിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകതകൾ. UPSC മോഡലിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പെരിഫറൽ രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. പണ്ടത്തെ പോലെ കാണാപ്പോണം പഠിക്കുന്ന രീതിയിലല്ല ചോദ്യങ്ങൾ വരുന്നത്. വളരെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSCയിലും KASലും വരുന്നത്. അപ്പോൾ KASലും പഠിപ്പിച്ചിട്ടുണ്ട്, PSCയിലും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, KAS ആസ്പിരൻസിനും PSC ആസ്പിരൻസിനും കംപ്ലീറ്റ് ജോഗ്രഫി കവറേജ് കിട്ടുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ കേരള ജോഗ്രഫി ഇൻക്ലൂഡഡ് അല്ല, ഫിസിക്കൽ ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, SSC അടക്കമുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ജോഗ്രഫി ഇൻക്ലൂഡഡ് ആണെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ കോഴ്സിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ജോഗ്രഫി പഠിക്കണം, ജോഗ്രഫി ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കളയരുത് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് സിലബസ് കവറേജ് വരിക? നേരത്തെ പറഞ്ഞ പോലെ ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിൻ്റെ ബേസിസിൽ തന്നെയാണ് ഇത് നമ്മൾ സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രിലിംസിൻ്റെ ടോപ്പിക്സും മെയിൻസിൻ്റെ ടോപ്പിക്കും നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പൊതുവെ ക്ലാസ്സുകളിൽ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പോവുക. പക്ഷേ നമ്മുടെ ഈ കോഴ്സിൽ അങ്ങനെ പ്രിലിംസ് ഓറിയൻറ്റഡ് മാത്രമല്ല, മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടും കൂടെയാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും അവിടെ എവിടെയാണ് പ്രിലിംസിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് മെയിൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രീവിയസ് ഇയർ മെയിൻസ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്, ഇനി വരാൻ ചാൻസ് ഉള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ക്ലാസ്സിൻ്റെ ഡെമോ വീഡിയോസോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വെറുതെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന രീതിയിലല്ല ക്ലാസ് പോയേക്കുന്നത്. വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രിലിംസിനെ എവിടെ ഫോക്കസ് ചെയ്യണം, മെയിൻസിനെ എവിടെ ഫോക്കസ് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ലാസ് മുന്നോട്ട് പോയേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്.
ഇത് ഒരു ഓൺലൈൻ ക്ലാസ്, അതായത് ഒരു ലൈവ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ്സോ അല്ല, ഇത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നിങ്ങളിത് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ജോഗ്രഫി ക്ലാസ്സസ് അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അടുത്ത മെയിൻസ് വരെ 2026 മെയിൻസ് വരെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ഈ ക്ലാസ്സസ് കണ്ടു തീർത്താൽ മതി. അതായത് വരുന്ന പ്രിലിംസിന് മുൻപ് നിങ്ങൾ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്ന് കണ്ട് തീർക്കാവുന്നതാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളുടെ ടൈം ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് കാണാവുന്ന രീതിയിലാണ് ഇതിൽ ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് അപ്രോച്ചാണ്. ഒരിക്കലും ഒരു പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല ഈ ക്ലാസ് പോയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജോഗ്രഫി എല്ലാവരും പഠിക്കും, പക്ഷേ ആരും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാറില്ല. ശരിക്കും ജോഗ്രഫിയിൽ വേണ്ടത് കോൺസെപ്റ്റൽ ക്ലാരിറ്റിയാണ്, കാണാപ്പാടം പഠിക്കുകയല്ല വേണ്ടത്. അപ്പോൾ കുട്ടികൾ പലരും ഇത് കാണാപ്പാടം പഠിക്കുക ചെയ്യുന്നത്, എന്നിട്ട് എക്സാം ഹോളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലാണ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലാസ്സസിൻ്റെ അവസാനം കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ അത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന്. ഇനി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ പ്രിലിംസിനോട് അടുപ്പിച്ചുള്ള സമയത്ത് ആ ഒരു വർഷത്തെ കറണ്ട് അഫെയർ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ജോഗ്രഫി റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയാം ജോഗ്രഫി ഇന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ന്യൂസ് പേപ്പറിൽ വരുന്ന പ്ലേസസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രിലിംസിനോട് അടുപ്പിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമല്ല കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടും കൂടെ നമ്മൾ ഈ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി പ്രാക്ടീസ് സ്ട്രാറ്റജി എന്താണ്? അതായത് പഠിച്ചാൽ മാത്രം പോരാ, എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്ട്രാറ്റജി സെഷൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്ട്രാറ്റജി സെഷൻസ് എന്ന് കാണാം. ആ സ്ട്രാറ്റജി സെഷൻസിൽ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും അവിടെ നിന്ന് വന്നിട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മെയിൻസ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമറ്റോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും, അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഇനി ആ മെയിൻസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് നടത്തേണ്ടത്, എന്തൊക്കെ പോയിന്റ്സ് ആണ് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അതുമാത്രമല്ല ആ ക്വസ്റ്റ്യൻ്റെ പ്രസൻറ്റേഷൻ മെത്തേഡ് അടക്കം അവിടെ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു, നിങ്ങൾക്ക് ആൻസർ എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരാം. അത് ഓൺലൈൻ വഴി ടെലഗ്രാം വഴി നിങ്ങൾക്കത് സെൻഡ് ചെയ്യാം, ഫോട്ടോ എടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നതാണ്. അല്ല നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ്, നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ഫീഡ്ബാക്ക് എടുക്കണമെങ്കിൽ വന്ന് കാണാം, ഫീഡ്ബാക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിലും ത്രൂ ഓൺലൈൻ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതും നടക്കുന്നതാണ്. ഇനി നമുക്കറിയാം ജോഗ്രഫിയെ സംബന്ധിച്ച് NCERTs ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള 2 ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ NCERT ബേസ് ചെയ്തിട്ടുള്ള 2 ടെസ്റ്റ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ NCERT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ 2 ടെസ്റ്റും കൂടെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് NCERT നോളജും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സാം പ്രാക്ടീസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കംപ്ലീറ്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് കവറേജ് ആണ്. പ്രിലിംസ് ഓറിയൻറ്റഡ് മാത്രമല്ല, സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് ആൻസർ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് ഇനഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5,999 rupees ആണ്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക UPSC 2026 മെയിൻസ് വരെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഒരു 360 ജോഗ്രഫി കവറേജ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു. കോഴ്സിൽ നമുക്ക് കാണാം.